നമസ്കാരം. ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരുമാതിരി ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്നിട്ടും ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് എങ്കിലും എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വന്നുകൊണ്ടേയിരുന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തു ചെയ്യും? അപ്പോഴാണ് ജീവിതത്തിൽ എല്ലാവരും സുഖവും ദുഃഖവും അനുഭവിക്കണം, അല്ലേ? എല്ലാവരും സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ സമയത്ത് തന്നെ ദുഃഖിക്കുന്നതായിട്ടോ സുഖിക്കുന്നതായിട്ടോ കാണുന്നില്ല, അല്ലേ? അതേപോലെ എല്ലാവരുടെയും ദുഃഖവും സുഖവും ഒരേ വിഷയത്തിൽ ഒരേ കാര്യത്തിൽ ഉള്ളതായിട്ടും കാണുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യത്തിൽ, അല്ലേ, ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ ഇരിക്കണം. ഈ കാര്യത്തിൽ, ഈ സുഖവും ദുഃഖവും ഇങ്ങനെ വരുന്ന കാര്യത്തിൽ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഒരേമാതിരി ഇതാക്കണമല്ലോ. അപ്പം ചിലർക്ക് സന്തോഷം 25%, ചിലർക്ക് 50%, ചിലർക്ക് 100%, ഈ രീതിയിൽ സന്തോഷം ഉണ്ടാകണം, അല്ലേ? അതേപോലെ ഒരാൾക്ക് കുറച്ച് ദുഃഖം, മറ്റൊരാൾക്ക് കൂടുതൽ ദുഃഖം. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭഗവാൻ നമ്മളെയൊക്കെ പോലെ പാരപക്ഷം, അതായത് പക്ഷാഭേദം ഉള്ള ആളായിട്ട് മാറുന്നു, അല്ലേ? നമ്മൾ ഭഗവാന്റെ കയ്യിൽ ഒരു കളിപ്പാവയാണ് എന്നാണ് പറയണേ ആളുകൾ. നമ്മൾ ഭഗവാന്റെ കയ്യിൽ ഒരു കളിപ്പാവയാണ്. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, നമ്മളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ കർമ്മഫലം കർത്താവാണ് അനുഭവിക്കേണ്ടത്. കർമ്മഫലം അപ്പം ആരാണ് കർത്ത? അപ്പം ഈ വിഷയത്തിൽ ആരാണ് കർത്ത എന്നുള്ളതിനെ നമ്മൾ വേദോക്തമായ രീതിയിൽ ആത്മവിചാരം ചെയ്ത് ഉണ്മയെ, സത്യത്തിനെ കണ്ടെത്തണം, ആത്മവിചാരം ചെയ്ത്. അപ്പോൾ ഈ വേദശാസ്ത്രത്തിനെ അപ്പം ആരാണ് വേദശാസ്ത്രത്തിനെ, അതായത് ജീവിത നിയമത്തിനെ ഫോളോ ചെയ്യേണ്ടത്, അല്ലേ? അപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു ഉദാഹരണമായിട്ട് റോഡിൽ കൂടി ഓടുന്ന ഒരു കാറ്. അപ്പം റോഡിൽ കൂടി ഓടുന്ന കാറാണോ അതോ കാറ് ഓടിക്കുന്ന ഡ്രൈവറാണോ നിയമത്തിനെ ഫോളോ ചെയ്യേണ്ടത്? കാറാണോ കർത്ത അതോ കാർ ഓടിക്കുന്ന ഡ്രൈവറാണോ കർത്ത? കർത്ത ആരാണോ അയാൾ റൂൾസിനെ ഫോളോ ചെയ്യണം. അപ്പം അയാളാണ് റൂൾസിനെ ഫോളോ ചെയ്യേണ്ടത്.
അപ്പം ജീവിതയാത്രയിൽ നിയമമായ ധർമ്മം, അധർമ്മം തുടങ്ങിയവയെ ആരാണ് ഫോളോ ചെയ്യേണ്ടത്? ആരാണ് ചെയ്യേണ്ടത്? ധർമ്മം അധർമ്മം മുതലായത് എനിക്ക് ബാധകമല്ലെങ്കിൽ ഞാൻ കർത്താവല്ലല്ലോ. പക്ഷേ കർമ്മം ചെയ്യുന്നവനാണ് കർത്ത. അപ്പൊ അതുകൊണ്ട് കർത്ത വേദശാസ്ത്രമായ ജീവിത നിയമം അറിഞ്ഞിരിക്കണം. ഈ നമ്മുടെ ശാസ്ത്രം ഒരു അഭിപ്രായമല്ല, അത് ജ്ഞാനമാണ്. ഞാൻ ഏതു മാർഗത്തിൽ പോകണം, ഇന്ന മാർഗത്തിൽ പോവരുത് എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണോ ഭഗവാനാണോ? തീരുമാനം ഭഗവാന്റെ ആണെങ്കിൽ ഞാൻ അല്ല കർത്ത. ഭഗവാൻ കർത്താവായി മാറും, കർത്താവായി തീരും, അല്ലേ? എന്നാൽ ഭഗവാൻ പറയാണ്, ഭഗവാൻ ഒരിക്കലും കർത്തൃത്വം ഏറ്റെടുക്കണില്ല. ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഭഗവാൻ കർത്തൃത്വഭാവം ഉണ്ടാക്കുന്നില്ല ആർക്കും. അതേമാതിരി കർമ്മങ്ങളെയും കർമ്മബലാനുഭവത്തെയും ഭഗവാൻ സൃഷ്ടിക്കുന്നില്ല, ഭഗവാൻ അതൊന്നും ചെയ്യുന്നില്ല. ഓരോ ജീവനും അതാതിൻ്റെ സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറഞ്ഞല്ലോ, അതാതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വേണ്ട രീതിയിൽ വേദശാസ്ത്ര വിചാരം ചെയ്ത് ഭഗവാന്റെ കൃപ കൊണ്ട് സ്വഭാവം മാറിയാൽ നിരുപാധിക ശിവസ്വരൂപം തെളിഞ്ഞു കിട്ടും. അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.